യെസ്, ഒരു 11:40 സമയം. ചെറിയൊരു മൊമെൻറ്റം കണ്ടു. നമ്മൾ നേരത്തെ ചെയ്തത് ഈ ഒരു 10:40 അറൗണ്ട് ആണെന്ന് തോന്നുന്നു. 1 hour കഴിഞ്ഞു. ഇപ്പോൾ പ്രീവിയസ് ഹയർ ലോ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒരു എൻട്രി എടുക്കാം. ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്, എന്നാലും എൻട്രി എടുക്കാം. $26,000 കോൾ ഓപ്ഷൻ അല്ലെങ്കിൽ 26,100 എടുക്കാം. ഒരു ഹയർ ഹൈ ബ്രേക്ക്ഔട്ട് വരുമോ നമുക്ക് നോക്കാം. നമ്മൾ വെറും 77 lakhs മാത്രമാണ് ഡിപ്ലോയ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി ഡിപ്ലോയ് ചെയ്യാം. കോസ്റ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. 1 crore ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, 40,000 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. അറൗണ്ട് കോസ്റ്റ് തന്നെയാണ്. ഒരു ചെറിയൊരു ബ്രേക്ക്ഔട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. 1 crore ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ 5 to 7 lakhs വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്യാം ഈ ഒരു പൊസിഷൻ. കൂടുതൽ ഫണ്ട്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതിനർത്ഥം ഈ ഒരു ട്രേഡ് പ്രോഫിറ്റിലാവും എന്നല്ല, പക്ഷേ റിസ്ക് മാനേജ് ചെയ്യാനുള്ള ക്യാപിറ്റൽ കയ്യിൽ നിന്നുള്ളതൊരു കോൺഫിഡൻസ് നമുക്ക് തരും എന്ന് മാത്രം. ഒരു 50,000 60,000 പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊരു ബ്രേക്ക്ഔട്ടിന് വെയിറ്റ് ചെയ്യാം. ബ്രേക്ക്ഔട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ ബുക്ക് ചെയ്യാം. കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചാർട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഞാൻ പാരലൽ ചാർട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പൊസിഷൻസ് മാത്രമാണ് വെക്കുന്നതെങ്കിലും അതുകൊണ്ട് ഇവിടെ എനിക്ക് വേറെ ചാർട്ട് ഉണ്ട്, സ്ക്രീനുണ്ട്. ഇപ്പോൾ ഫ്രീ ക്യാഷ് അല്ലെങ്കിൽ അവൈലബിൾ മാർജിൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ അത് കുറയും തോറും നമ്മുടെ റിസ്ക് കൂടി വരും. വളരെ പേഷ്യൻസിൽ വെയിറ്റ് ചെയ്യാം. അറൗണ്ട് കോസ്റ്റിൽ തന്നെ ഉണ്ട്. കപ്പിൾ ഓഫ് മിനിറ്റ്സ് ഒരു ഡേ ഹൈ റീടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഔട്ട് വരുമോ നമുക്ക് നോക്കാം. വെയിറ്റ് ചെയ്യാം. പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. ഓൾറെഡി നല്ല പ്രോഫിറ്റ്സിലാണ് നമ്മൾ. 14 lakhs പ്രോഫിറ്റ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ റിസ്ക് എടുക്കണമെന്നില്ല. ഈ ഒരു ട്രേഡ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡൗൺഫോൾ അല്ലെങ്കിൽ പുൾ ബാക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 1-2 lakhs ലോസിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 26,050-70 ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. 26,070 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ്.
പേഷ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ ഹൈയിലേക്ക് ഒരു ബ്രേക്കൗട്ട് വരുമോ നമുക്ക് നോക്കാം. ഒന്നര ലക്ഷം ലോസിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1.5 ലക്ഷം, 2 ലക്ഷം, 2 lakhs ലോസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. സെല്ലിംഗ് പ്രഷർ ഉണ്ട്, പുൾ ബാക്ക് ആണെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. മേ ബി ഒരു റീടെസ്റ്റ് വരും, നമുക്ക് നോക്കാം. ഡേ ഹൈ ലെവൽ കപ്പിൾ ഓഫ് പൊസിഷൻസ് കൂടി ആഡ് ചെയ്യാം. കോസ്റ്റിൽ വന്നിട്ടുണ്ട്. 2 lakhs ലോസിൽ നിന്നും കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. ഒരു റീടെസ്റ്റ് ഓർ ബ്രേക്കൗട്ട്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ റീടെസ്റ്റ് ഓർ ബ്രേക്കൗട്ട്. ഒരു 1-2 ക്യാൻഡിൽസിൽ തന്നെ 1-2 മിനിറ്റിൽ 1 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ഡേ ഹൈ റീടെസ്റ്റ് വരുമോ എന്ന് നമുക്ക് നോക്കാം. വരികയാണെങ്കിൽ പ്രോഫിറ്റ്സിലേക്ക് ഈ ഒരു പൊസിഷൻ വരും, ബുക്ക് ചെയ്യാം. വന്നിട്ടില്ലെങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യേണ്ടി വരും. $1 lakh ലോസിലാണ്. ഓൾമോസ്റ്റ് 2 കോടി രൂപ നമ്മുടെ കയ്യിൽ ഫ്രീ ക്യാഷ് അല്ലെങ്കിൽ അവൈലബിൾ മാർജിനുണ്ട്. 1.3 കോടി രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇൻവെസ്റ്റഡ് മാർജിൻ. യെസ്, കോസ്റ്റിലേക്ക് വന്നിട്ട് ഒരു റീടെസ്റ്റിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബൈയിങ് പ്രഷറുണ്ട്. ഗുഡ്, ലെറ്റ്സ് വെയിറ്റ്. പ്രൈസ് റിജക്ഷനും കാണാം അറ്റ് ടൈംസ്. വെയിറ്റ് ചെയ്യാം. കോസ്റ്റ് അറൗണ്ട് കോസ്റ്റിൽ തന്നെയാണ് നിൽക്കുന്നത്. ജസ്റ്റ് ഒരു ബ്രേക്കൗട്ട് വരുമോ നമുക്ക് നോക്കാം. യെസ്, കമോൺ. ബ്രേക്കൗട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട്. യെസ്, ഗുഡ്. അപ്പോൾ നമ്മൾ 53,000 പ്രോഫിറ്റിൽ വന്നിട്ടുണ്ട്. ബ്രേക്കൗട്ടിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ ബ്രേക്കൗട്ട്. യെസ്, 1 lakh പ്ലസിലേക്ക് വന്നിട്ടുണ്ട് പ്രോഫിറ്റ്. പക്ഷെ അതുകൊണ്ട് ഡേ ഹൈ ബ്രേക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓർ എ റീടെസ്റ്റ്. കപ്പിൾ ഓഫ് മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. പ്രീമിയം കുറച്ച് ഹൈ ആണ്, ഹയർ സൈഡാണ് പ്രീമിയം. 160+ ആണ്. അറൗണ്ട് 150, 130, 150 ലെവലിലാണ് എപ്പോഴും എടുക്കാറുള്ളത്. ഇത് കുറച്ച് പ്രീമിയം ഹൈ ആണ്. 25,900, എബവ് 200 ആണ്. അതേപോലെ തന്നെ 26,100, അറൗണ്ട് 100 റുപ്പീസാണ്. അതുകൊണ്ടാണ് ഞാൻ ഒരു 26,000 തന്നെ എടുത്തത് പ്രീമിയം. എക്സ്പയറി കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ പ്രീമിയം
150 130 ലെവലിലൊക്കെ എടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് കുറവ് പ്രീമിയം എടുക്കാതിരിക്കുക ആണ് ഞാൻ അങ്ങനെയാണ് ആ ഒരു പ്രീമിയം സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഓരോരുത്തർക്ക് വർക്കൗട്ട് ആവുന്ന ഒരു പ്രീമിയം അതിൻ്റെ ബേസിസിൽ സെലക്ട് ചെയ്യാം, അതിൽ കുഴപ്പമില്ല. ബട്ട് എനിക്ക് എപ്പോഴും എക്സ്പയറിക്ക് ശേഷം ഞാൻ സെലക്ട് ചെയ്യാറുള്ളത് അറൗണ്ട് 150 പ്രീമിയമാണ്. അറൗണ്ട് എക്സ്പയറി അല്ലെങ്കിൽ പ്രീ എക്സ്പയറി ഡേ ആണെങ്കിൽ അറൗണ്ട് 80 to 100 120 റേഞ്ചിലൊക്കെ ഞാൻ സെലക്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഡേ ഹൈ ലെവൽ ഹയർ ഹൈ ഒരു മൊമെൻറ്റം കാണുന്നുണ്ട് ഇൻഡെക്സിൽ, പക്ഷേ ഓപ്ഷനിൽ ആ മൊമെൻറ്റം ഗെയിൻ ചെയ്യുന്നേ ഉള്ളൂ. ഒരു ബ്രേക്കൗട്ട് വരുമോ നോക്കാം. ബ്രേക്കൗട്ട് ആയിരിക്കും ഒരു പക്ഷേ. അതുകൊണ്ട് തന്നെ 3 to 5 lakhs ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ. ഓൾമോസ്റ്റ് 2 lakhs പ്രോഫിറ്റ്സ് വന്നു കഴിഞ്ഞു. ബട്ട് സ്റ്റിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. 170 റുപ്പീസിലേക്ക് വരുമോ നോക്കാം. പ്രീമിയം 165. വെയിറ്റിംഗ് ഫോർ 5 more points. പ്രൈസ് റിജക്ഷൻ ഉണ്ട്. റീടെസ്റ്റാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വെയിറ്റ് ചെയ്യാം. ഗുഡ് മൊമെൻറ്റം ഉണ്ട് ഇൻഡെക്സിൽ. ഓപ്ഷനിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇവ ഒരു സ്പൈക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ഓഫ് ചെയ്യാം. ₹166 വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. 165. $165. ജസ്റ്റ് 1.5 lakhsലാണ് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത്. 166 ഒരു 170 പ്ലസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കുറച്ച് സൈഡ് വേസിലേക്ക് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ബ്രേക്കൗട്ട്, ഫേക്ക് ബ്രേക്കൗട്ട് വരെ എക്സ്പെക്റ്റ് ചെയ്യാം. വീണ്ടും കോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്. കൺസോൾട്ടേഷന് ശേഷം ഒരു ഫുൾ ബാക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം. ഡേ ഹൈ ബ്രേക്ക് ആവുമോ നോക്കാം. അഗെയിൻ ഒരു ഹയർ ലോ ഫോം ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്യാം.
ഒരു അഡീഷൻ കൂടി കൊടുക്കാം 26,000. യെസ്, ഇപ്പോൾ 50% ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, 50% ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. യെസ്, അതൊരു പുൾ ബാക്ക് ആയിരുന്നു. ഹയർ ലോ ഫോം ചെയ്തു, ഡേ ഹൈയിലേക്ക് വരുമോ നമുക്ക് നോക്കാം. ഒരു ഹയർ ഹൈ കൂടി ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷൻ നല്ല പ്രോഫിറ്റ്സിൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു അറൗണ്ട് 3 lakhs പ്രോഫിറ്റ്സ് ഉണ്ട്. യെസ്, വെയിറ്റ് ചെയ്യാം. അഗെയിൻ 165, 166 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഈ ഒരു 26,000 കോൾ ഓപ്ഷൻ നമുക്കൊരു 170+ ആണ് വേണ്ടത് പ്രീമിയം. യെസ്, ഒരു മൊമെൻറ്റം ഉണ്ട് ഇൻഡെക്സിൽ, പക്ഷേ ഓപ്ഷനിലൊരു റെസിസ്റ്റൻസ് ആണ് 165, 66 ലെവലിൽ കാണാൻ പറ്റുന്നത്. വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ബ്രേക്ക് ഔട്ട് വരുമെന്ന് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് നോക്കാം. കോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അഗെയിൻ പ്രഷറാണ് 165 ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ. യെസ്, കോസ്റ്റിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡേ ഹൈ റീടെസ്റ്റ് ലിറ്റിൽ റിസ്കി ട്രേഡായി മാറിയിരിക്കുകയാണിത്. ബട്ട് സ്റ്റിൽ ഹൈ ആൻഡ് ഹയർ ലോ, അതുകൊണ്ട് തന്നെ ഈ ഹൈ റീടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സ്പോട്ട് ലെവൽ $50. ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവൽ റീടെസ്റ്റ് ചെയ്യുമോ നമുക്ക് നോക്കാം. സ്പോട്ട് ലെവൽ ഒരു കൺസോൾട്ടേഷനാണ്. ആക്ച്വലി ഇതൊരു കൺസോൾട്ടേഷൻ തന്നെയാണ്. ഓപ്ഷൻ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. 12 മണിയാവുന്നു സമയം. ഒരു ഡേ ഹൈയിലേക്കൊരു റീടെസ്റ്റ് സ്പോട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു പൊസിഷൻ ബുക്ക് ചെയ്യാം. എക്സാക്ട്ലി അറ്റ് കോസ്റ്റ് ആണ്. 10,000 ± കുറച്ചുകൂടി സമയം എടുത്തേക്കാം. ഇപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അഗെയിൻ ഡേ ഹൈ ലെവലിലേക്കൊരു അപ്പ് മൂവ് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പൊസിഷൻസ് ബുക്ക് ചെയ്യാം എന്നാണ് തോന്നുന്നത്. ഡേ ഹൈ ലെവൽ ഒരു 166 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 67 വെരി ഗുഡ്. സ്ക്വയർ ഓഫ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. യെസ്, 68, 67. വെയിറ്റ്. $68 വന്നു, 67, 68 വന്നു, പിന്നെ 68 70 ബ്രേക്ക് ചെയ്തിട്ട് അഗെയിൻ 65, 66 ലെവലിലേക്ക്, 63 ലെവലിലേക്ക് വന്നു. കോസ്റ്റിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. $1 lakh പ്രോഫിറ്റിലുണ്ട്. വെയിറ്റ് ചെയ്യാം. വളരെ പേഷ്യൻസോടു കൂടി നമ്മുടെ ടാർഗറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ലെവൽ വെരി
ബിഗ് റിസ്കിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. അപ്പോൾ ആ ഒരു ബ്രേക്ക് ഔട്ട് വരുന്നതിന് മുമ്പായിട്ട് ചിലപ്പോൾ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പ്രോഫിറ്റ്സിലേക്ക് വരും, കോസ്റ്റിലേക്ക് വരും, ആ ഒരു ലെവലിൽ തന്നെ കണ്ടിന്യൂ ആവും. യെസ്, 167 അഗെയിൻ. ഞാൻ പൊസിഷൻസ് മാത്രം ഹോൾഡ് കാണിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് എനിക്കിവിടെ കാണാം. ഇടയ്ക്ക് ഞാൻ ചാർട്ടും ഈ ഒരു ഇതിലെടുക്കാൻ നോക്കുന്നുണ്ട്. $67, good. Yes, 68. Come on. യെസ്, ഒരു 2 lakhs തന്നെ വെയിറ്റ് നിൽക്കുന്നുണ്ട് ലോസ്, പ്രോഫിറ്റ്. യെസ്, ഒരു പ്രൈസ് റിജക്ഷനാണ് കാണുന്നത്. ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാം. ജസ്റ്റ് കപ്പിൾ ഓഫ് മിനിറ്റ്സ്. ഇപ്പോൾ ഒരു 12:05 ആയിട്ടുണ്ട് സമയം. 12:10 തന്നെ ഈ ഒരു ട്രേഡ് ക്ലോസ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു 1 lakh പ്രോഫിറ്റിൽ ഉണ്ട്, 1 lakh 2 lakhs പ്രോഫിറ്റിൽ അങ്ങനെ നമുക്ക് നിൽക്കുന്നുണ്ട്. ബട്ട് ഒരു ബ്രേക്ക് ഔട്ട് വരാനായിട്ടാണ് ഇങ്ങനെ മാർക്കറ്റ് കുറച്ച് നേരം അതേ ലെവലിൽ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക് ഔട്ടിന് ശേഷം നമുക്ക് ബുക്ക് ചെയ്യാം, അതിന് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. 26,080. $50 ഫണ്ട് നമ്മുടെ കയ്യിൽ ഫ്രീ ആണ്, അതായത് അവൈലബിൾ മാർജിൻ ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും അഗെയിൻസ്റ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു രീതിയിൽ ക്യാപിറ്റൽ ഫ്രീ ആക്കി വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും നമുക്ക് ഹോൾഡ് ചെയ്യാനായിട്ട്. യെസ്, അഗെയിൻ ഒരു മൂവിന് ട്രൈ ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. 3 lakhs ഐ തിങ്ക് നമുക്ക് ബുക്ക് ചെയ്യാം. 3 lakhs. 68. യെസ്, സ്ക്വയർ ഓഫ് ചെയ്തു. 3 lakhs പ്ലസ് നമുക്ക് എക്സാക്ട്ലി 3 lakhs ബുക്ക് ചെയ്യാൻ സാധിച്ചു. ഓക്കെ, ഈ ഒരു പോയിന്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗെയിൻ ഒരു റീടെസ്റ്റ് 26,060 ലെവലിലോട്ടും അതുപോലെ തന്നെ 26,040 ലെവലിലേക്കും വരാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിലും ഈ ട്രേഡ് പ്രോഫിറ്റിലാക്കാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് അവൈലബിൾ മാർജിൻ 50% ഫ്രീ ആയിരുന്നു. അവൈലബിൾ മാർജിൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇറ്റ് ടേക്സ് മോർ ടൈം. അപ്പോൾ അത്രയും സമയം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്ത് മാനേജ് ചെയ്യുന്നത് അറ്റ് ദിസ് പോയിൻ്റ് ഓഫ് ടൈം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. യെസ്, 26,080 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മേ ബി നമ്മൾ ഏർലിയർ ട്രേഡ്സിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രേഡ് ഇന്നത്തെ ആ ട്രേഡ്സിലാണ് ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ നമുക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാം, കുറച്ച് അഗ്രസീവായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ഈ ട്രേഡിൽ നമ്മൾ 2-4 ട്രേഡ്സ് എടുത്തതിന് ശേഷം അതുപോലെ തന്നെ കുറച്ച് സമയമായി മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 3 hours ആവുന്നു. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമുക്കിങ്ങനെ ഒരു റിസ്ക് എടുത്ത് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു പോയിന്റ് കൂടിയുണ്ട് ഇതിനകത്ത്. അപ്പോൾ എനിവേയ്സ് നമ്മളൊരു 3 lakhs ബുക്ക് ചെയ്തു. കുറച്ച് സമയം ആ ഒരു കൺസോൾട്ടേറ്റ് ചെയ്ത് നിന്നെങ്കിലും നമ്മൾ ഡേ ഹൈ വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഒരു 3 to 5 lakhs നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 lakhs വന്നു. പിന്നെ ആ ഒരു ഇതെടുക്കാനുള്ള ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ടൈമും കൺസിഡർ ചെയ്തിട്ട് നമ്മൾ
പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു ട്രേഡോടുകൂടി ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് പ്രോഫിറ്റ്സ് ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ട്രേഡ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തുടർന്ന് വീഡിയോസ് വാച്ച് ചെയ്യാം, റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുക. എങ്കിൽ മാത്രമേ ആ ഒരു ആക്ഷൻ എന്തിൻ്റെ ബേസിസിലാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ തുടർന്നും വാച്ച് ചെയ്യുക. അപ്പോൾ നാളത്തെ ട്രേഡിൽ കാണാം. അപ്പോൾ ഈ ഒരു 2025 ഇയറിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണോ നമ്മൾ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ നെക്സ്റ്റ് ഇയർ നമുക്ക് മീറ്റ് ചെയ്യാം ഫ്രഷ് ആയിട്ട്. മാർക്കറ്റിൽ മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, മറ്റൊരു ദിവസം കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.